കൊറോണയെ നേരിടാനായിട്ടുള്ള ഒരു ഹെൽത്തി ടിപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാസ്കും സാനിറ്റൈസറും ഒക്കെ ഉപയോഗിക്കണമെന്ന്. അപ്പൊ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോലെ നമ്മുടെ ശരീരത്തിന് കൂടി നമ്മൾ നോക്കണം. അതിനാവശ്യമുള്ള ഞങ്ങൾ കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ആദ്യത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ പൈനാപ്പിളും നെല്ലിക്കും അങ്ങനെ പുളിയുള്ള സാധനങ്ങൾ കഴിക്കാൻ നോക്കുക. പിന്നെ നെല്ലിക്ക നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ടായാലും വെറുതെ കഴിച്ചാലും നല്ലതാണ്. നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ നോക്കണം. പിന്നെ നിങ്ങൾ സിങ്ക് അടങ്ങിയ മുന്തിരി പപ്പായ കഴിക്കണം. പിന്നെ പ്രോട്ടീൻ അടങ്ങിയ മുട്ട പാല് പിന്നെ മീന് എന്നിവ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറോണയെ നേരിടാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കണം. ഈ സമയത്ത് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കാൻ നോക്കണം. 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ചൂടാക്കി കുടിക്കുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ പുകവലി മദ്യപാനം ഒഴിവാക്കണം. പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമോണിയ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കൊറോണനെ അത്രയും പെട്ടെന്നൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. പിന്നെ നമ്മള് 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യാൻ നോക്കണം. എന്നാലാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സാധ്യതയുള്ളൂ. പിന്നെ നിങ്ങള് 7 മണിക്കൂറും തൊട്ട് 8 മണിക്കൂർ വരെ നിങ്ങൾ മാക്സിമം ഉറങ്ങണം. പിന്നെ നിങ്ങള് ഇപ്പൊ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും അതില് സ്പൈസസ് കൂടുതൽ ഇടാൻ നോക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടണം. മഞ്ഞൾപ്പൊടി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുകയും ചെയ്യും. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കറിയിലും എല്ലാത്തിലും ഇടാം. വെള്ളത്തിൽ ചൂടാക്കിയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ പാലിലൊക്കെ ചെയ്യാം. എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇട്ടാൽ കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ആവി പിടിക്കണം. ചുമയോ ജലദോഷം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആവി പിടിക്കുന്നത് ബെസ്റ്റ് ആണ്. പിന്നെ നല്ലപോലെ ഫുഡ് കഴിക്കണം. കൊറോണ ആയാലും നല്ലപോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊറോണ എന്നൊരു അസുഖത്തെ നേരിടാൻ നമുക്ക് കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ചെറിയ സന്ദേശം ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ ബൈ.